MSFന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നു. അതിലേക്ക് കണ്ണൂർ DIG ഓഫീസിലേക്കാണ് ഇപ്പോൾ MSFന്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഫെലിക്സ് വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തന്നെയാണോ? ദിനേശ്, പൂക്കോട് വെറ്റിനറി സർവകലാശാല വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക, ഒപ്പം ഹോസ്റ്റൽ വാർഡനായ സർവകലാശാല ഡീൻ നാരായണൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് MSF കണ്ണൂർ DIG ഓഫീസിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തുന്നത്. 100ഓളം വരുന്ന പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ച് ഇടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പോലീസ് വലിയ രീതിയിൽ സംരക്ഷണം പാലിക്കുന്നുമുണ്ട്. ബാരിക്കേഡ് മറികടന്ന് അതിന്റെ മുകളിൽ കയറി അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമൊക്കെ തന്നെ ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പോലീസ് ഇതുവരെയും ജലപീരങ്കി പ്രയോഗിക്കുകയോ അത്തരത്തിലൊരു ഇടപെടൽ ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിനും ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് MSF ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഡീനെതിരെ അടക്കം ശക്തമായ നടപടി എടുക്കണമെന്നൊരു ആവശ്യവും ഇപ്പോൾ ഈ MSFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അതിലും അതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് അടങ്ങുന്ന കണ്ണൂർ റേഞ്ച് DIGയുടെ, വയനാട് അടങ്ങുന്ന കണ്ണൂർ റേഞ്ച് DIGയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ MSFന്റെ മാർച്ച് നടക്കുന്നത്. 100ഓളം വരുന്ന പ്രവർത്തകർ കണ്ണൂർ കാൽടെക്സിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഈ DIG ഓഫീസിന് ഏതാണ്ട് 50 മീറ്റർ മുൻപിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് തടയുകയാണ് ഉണ്ടായത്. ഏതായാലും ഈ ഉദ്ഘാടനത്തിന് ശേഷം ഇവിടേക്ക് ഓടിയെത്തിയ MSF പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. വലിയ രീതിയിൽ പോലീസ് സന്നാഹവും കണ്ണൂർ ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹവും പലയിടങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജലപീരങ്കി പോലീസ് പ്രയോഗിക്കുകയാണ്. ഏതാണ്ട് 100ഓളം വരുന്ന പ്രവർത്തകരാണ്. അവരുടെ കയ്യിൽ പതാക അടക്കമുണ്ട്. കണ്ടുകൊണ്ട് ഈ ബാരിക്കേഡിൽ അടിച്ച് അടക്കമുള്ള പ്രതിഷേധം പ്രവർത്തന ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ജലപീരങ്കി അടിച്ചെങ്കിലും അത് മരത്തിന് മുകളിലേക്കായി മാറിപ്പോയി. അതുകൊണ്ട് ഏതായാലും ഇപ്പോൾ ഈ കൂടുതൽ പ്രവർത്തകർ ഈ ജലപീരങ്കി പ്രയോഗിക്കുന്ന സമയത്ത് കൂടുതലായി ഈ ബാരിക്കേഡ് സമയത്തേക്ക് എത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് MSFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അതിശക്തമായ പ്രതിഷേധം. SFI പ്രവർത്തകർ ഈ സിദ്ധാർത്ഥിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി എന്നതാണ് അവരുടെ ആരോപിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം, ശക്തമായ നടപടി വേണം എന്നതാണ് MSF മുന്നോട്ട് വെക്കുന്നത്. ഇന്നലെ അതിശക്തമായ പ്രതിഷേധം പൂക്കോട് വെറ്റിനറി സർവകലാശാലയ്ക്ക് നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ പോലീസിനെതിരെ കൂടിയായി MSFന്റെ പ്രതിഷേധം മാറുന്നു. DIG ഓഫീസിലേക്കാണ് പ്രതിഷേധം. ശരിയായ അന്വേഷണം പോലീസ് നടത്തുന്നില്ല. ഈ കേസ് അട്ടിമറിക്കാൻ യഥാർത്ഥ പ്രതികളായ SFIക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതാണ് MSF ആരോപിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണം. ഇതിൽ കൂടുതൽ കൊലക്കുറ്റമടക്കം ചുമത്തി കൂടുതൽ വകുപ്പുകൾ ചുമത്തണം തുടങ്ങിയ ആവശ്യമാണെങ്കിലും MSFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ പോലീസ് ശരിയായ രീതിയിൽ ഇടപെടുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കണ്ണൂർ DIG ഓഫീസിലേക്ക് ഇപ്പോൾ MSF മാർച്ച് നടത്തുന്നത്. പോലീസ് സന്നാഹം പലയിടങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. കണ്ണൂർ DIG ഓഫീസിലേക്കാണ് MSFന്റെ മാർച്ച് നടക്കുന്നത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. Sagavengi
കണ്ണൂർ DIG ഓഫീസിലേക്കാണ് MSFന്റെ മാർച്ച് നടക്കുന്നത്. സിദ്ധാർത്ഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തുടരുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമാണ് ഇത്. MSF